നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു പിതാവേ, നീതിമാനുമായ ദൈവമേ, സ്തുതിയെ പിതാവേ, സ്തോത്രം ചെയ്യുന്നു. ഈ അനുഗ്രഹം നല്ല സമയത്ത് ഞങ്ങൾ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു പിതാവേ, സ്തോത്രം അപ്പ. ഹല്ലേലൂയ. ഈ വചനങ്ങൾ എല്ലാവരും ദൈവമേ കേട്ട് ഗ്രഹിക്കുവാൻ തക്കവണ്ണം ദൈവമേ സ്തോത്രം അപ്പ. ഇവിടെ ഇരിക്കുന്ന സഹോദരികളെ കുഞ്ഞുങ്ങളെ കൂടക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു പിതാവേ, സ്തോത്രം അപ്പ. എല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരായി തീരുവാൻ ദൈവം സഹായിക്കണം. ഈ വചനം ദൈവമേ അവരുടെ നൂറുമേനി ഫലം കായ്ക്കുവാൻ തക്കവണ്ണം എന്റെ ദൈവമേ സ്തോത്രം അപ്പ. ഈ വചനം അവരുടെ ഹൃദയത്തിൽ വശിക്കുവാൻ തക്കവണ്ണം ദൈവം സഹായിക്കണം. എന്റെ ദൈവമേ അടിയുടെ മുഖം മറച്ച് സംസാരിക്കുന്ന ദൈവം സത്യം കേൾക്കുവാൻ തക്കവണ്ണം ദൈവം സഹായിക്കണം. സത്യത്തിൽ ബലപ്പെട്ട ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഫിലദെൽഫിയയിലെ സഭയുടെ ദൂതൻ എഴുതുക, വിശുദ്ധനും സത്യവാനും ദാവീദിന്റെ താക്കോലുമായി ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്തവൻ അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ഇതാ ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വച്ചിരിക്കുന്നു, അത് ആർക്കും അടച്ചുകൂടാ. നിനക്ക് അല്പമേ സത്യമുള്ളൂ എങ്കിലും നീ എന്റെ വചനം കാത്തു. ഹല്ലേലൂയ. ദൈവപൈതലേ, ഹല്ലേലൂയ. ഇത് ഫിലദെൽഫിയയിലെ സഭയുടെ ദൂതൻ എഴുതുക. ഹല്ലേലൂയ. അന്നത്തെ കാലഘട്ടത്തിൽ ദൈവപൈതലേ സഭയിൽ ഹല്ലേലൂയ വേദപുസ്തകം എല്ലാവരുടെ കൈകളിലും ഇല്ലായിരുന്ന സമയത്താണ് ഹല്ലേലൂയ പുരോഹിതൻ ഈ വേദപുസ്തകത്തിലെ വചനങ്ങൾ പ്രസംഗിച്ചതിന് ശേഷം അവ കടന്നു പോകുന്നതിന് മുമ്പ് ഹല്ലേലൂയ ഓരോ സഹോദരങ്ങളും അവിടെ നിന്ന് ഈ വേദപുസ്തകത്തിലെ വചനമാണോ ഹല്ലേലൂയ ഇന്ന് ഇവിടെ ഞങ്ങളോട് സംസാരിച്ചതെന്ന് ഹല്ലേലൂയ അവർ ഓരോരുത്തരും വായിച്ച് ഹല്ലേലൂയ അത് മനസ്സിലാക്കിയിട്ട് പോകുമായിരുന്നു. ഹല്ലേലൂയ. അത് എത്ര സമയമായാലും ഹല്ലേലൂയ അവർ ഓരോരുത്തർ അത് വായിച്ച് ഹല്ലേലൂയ ഈ വേദപുസ്തകത്തിലുള്ള വചനമായിരുന്നു എന്ന് ഹല്ലേലൂയ അവർ ആ സഭയ്ക്ക് വേണ്ടി ഹല്ലേലൂയ ദൂതന്റെ ആ സഭയ്ക്കുള്ള ദൂതാണ് ഹല്ലേലൂയ. ഇത് ദൈവപൈതലേ, ഹല്ലേലൂയ, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ഹല്ലേലൂയ. ഇതാ ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വച്ചിരിക്കുന്നു, അത് ആർക്കും അടച്ചുകൂടാ. നിനക്ക് അല്പമേ സത്യമുള്ളൂ എങ്കിലും നീ എന്റെ വചനം കാത്തു. ഹല്ലേലൂയ. ദൈവപൈതലേ, ഹല്ലേലൂയ. ദൈവത്തിന് ഹല്ലേലൂയ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരെയും ഹല്ലേലൂയ എല്ലാവരുടെയും പ്രവൃത്തി അറിയുന്നത് യഹോവയാകുന്നു. ദൈവപൈതലേ, ദൈവം ഹല്ലേലൂയ ദൈവത്തിന് മുമ്പിൽ ഹല്ലേലൂയ ഒന്നും മറമല്ല. ഹല്ലേലൂയ. എങ്കിലും ദൈവം ഹല്ലേലൂയ പറയുന്നു, നീ എന്റെ വചനം കാത്തത് കൊണ്ട്, എന്റെ വചനം നിന്റെ ഹൃദയത്തിൽ വസിച്ചത് കൊണ്ട്, നീ എന്റെ വചനം മുറുകെ പിടിച്ചത് കൊണ്ട്, നീ എന്റെ വചനം ഹല്ലേലൂയ തള്ളി പറയാതെ ഹല്ലേലൂയ അത് നിന്റെ ഹൃദയത്തിൽ ഹല്ലേലൂയ ഒരു പൊന്നുപോലെ ശേഖരിച്ചത് കൊണ്ട് ഹല്ലേലൂയ ദൈവം പറയുന്നു, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ഇതാ ഞാൻ നിനക്കൊരു വാതിൽ തുറന്നു വച്ചിരിക്കുന്നു. ഹല്ലേലൂയ. അത് ആർക്കും അടച്ചുകൂടാ. നിനക്ക് അല്പമേ സത്യമുള്ളൂ എങ്കിലും നീ എന്റെ വചനം കാത്തു. ഹല്ലേലൂയ. നീ എന്ത് ചെയ്തിട്ടില്ല? ഹല്ലേലൂയ. നീ എന്റെ വചനം നീ മുറുകെ പിടിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ചിലപ്പോൾ ഹല്ലേലൂയ നിന്റെ പ്രവൃത്തികൾ ഹല്ലേലൂയ ദൈവപൈതലേ, ഹല്ലേലൂയ ഒരു വ്യക്തിക്ക് ഇഷ്ടമില്ലാത്ത സംസാരം നിന്റെ ജീവിതത്തിൽ നിന്ന് കടന്നു വന്നേക്കാം. ഹല്ലേലൂയ. നീ എങ്കിലും എന്റെ ദൈവത്തിന്റെ വചനം എഴുതിയിട്ടില്ല, നീ കൈവിട്ടിട്ടില്ല, അതിനെ മുറുകെ പിടിച്ചത് കൊണ്ട് ഹല്ലേലൂയ ദൈവം നിനക്ക് ഒരു വാതിൽ തുറന്നു വച്ചിരിക്കുന്നു, അത് ആർക്കും അടച്ചുകൂടാ. ഹല്ലേലൂയ. ദൈവപൈതലേ, ഹല്ലേലൂയ ദൈവത്തിന്റെ വചനത്തിൽ ഹല്ലേലൂയ യെശയ്യാവ് 22:22 പറയുന്നു, ദാവീദിന്റെ ഗ്രഹത്തിന്റെ താക്കോൽ ഞാൻ അവന്റെ തോളിന്മേൽ വയ്ക്കാം. അവനൊരു വാതിൽ തുറന്നാൽ ആരും അടയ്ക്കുകയില്ല, അവനൊരു വാതിൽ അടച്ചാൽ ആരും തുറക്കുകയുമില്ല. ഹല്ലേലൂയ. നമ്മുടെ സർവശക്തനായ ദൈവം ഹല്ലേലൂയ ഒരു വ്യക്തിക്ക് ഒരു വാതിൽ തുറന്നാൽ അത് ആരെ കൊണ്ടും അടയ്ക്കുവാൻ പറ്റത്തില്ല. അത് ദൈവപൈതലേ ആർ നിനക്ക് വിരോധമായി എഴുന്നേറ്റാലും ആർ നിനക്ക് വിരോധമായി നിന്നാലും ഹല്ലേലൂയ നിന്നെ ഒന്നും ചെയ്യുവാൻ കഴിയത്തില്ല. ചെറിയ ചെറിയ പ്രതികൂലങ്ങളും പ്രതിസന്ധികളും കടന്നു വരുന്നതല്ലാതെ ദൈവപൈതലേ എന്റെ ജീവിതത്തിൽ ഹല്ലേലൂയ ഏതൊരു ഹല്ലേലൂയ മാറ്റവും സംഭവിക്കത്തില്ല. കാരണം ഹല്ലേലൂയ എന്റെ ദൈവത്തിന്റെ വചനം ഹല്ലേലൂയ പെരുവെള്ളത്തിന് ഇടച്ചൽ പോലെ ആ വചനം നിന്റെ ഹൃദയത്തിൽ വസിക്കുമ്പോൾ എന്റെ ദൈവം നിന്നെ കാത്ത് പരിപാലിക്കുകയും നിന്നെ വിടിവിക്കുകയും ചെയ്യുന്നത് യഹോവയാകുന്നു. ദൈവപൈതലേ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനത്തിൽ വ്യക്തമായി പറയുന്നത്, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ഹല്ലേലൂയ. നിന്റെ മുമ്പിൽ ഞാൻ ഒരു വാതിൽ തുറന്നു വച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. എന്റെ യഹോവയാകുന്നു. ദൈവപൈതലേ നമ്മുടെ മുമ്പിൽ ഹല്ലേലൂയ എന്ത് ചെയ്തിരിക്കുന്നത്? വാതിൽ തുറന്നു വച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. യെശയ്യാവ് 45:1 വാക്യം വായിക്കുമ്പോൾ ഹല്ലേലൂയ യഹോവ ഇപ്രകാരം തന്നെ അഭിഷക്തനായ ഹോരീശനോട് ഇപ്രകാരം അരുളി ചെയ്യുന്നു. ഹല്ലേലൂയ. ജാതികളെ കീഴടക്കി ഹല്ലേലൂയ രാജാക്കന്മാരുടെ അരകച്ചകളെ അഴിച്ചു കളയേണ്ടതിനോ ഞാൻ നിനക്ക് വാതിൽ തുറന്നിരിക്കേണ്ടതിനും വാതിലുകൾ അടയാതിരിക്കേണ്ടതിനും ഹല്ലേലൂയ ഞാൻ എന്ത് ചെയ്തിരിക്കുന്നു? ഹല്ലേലൂയ നിന്റെ വലങ്കരം പിടിച്ചിരിക്കുന്നു. ദൈവത്തിനെ കതവുകൾ അടയാതിരിക്കേണ്ടതിനും വാതിലുകൾ തുറന്നിരിക്കേണ്ടതിനും നിന്റെ വലങ്കരം പിടിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. നമ്മുടെ സർവശക്തനാകുന്ന ദൈവത്തിനെ നമ്മുടെ വലങ്കരം പിടിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. നമ്മുടെ ദൈവം നമ്മുടെ വലങ്കരം
പിടിച്ചിരിക്കുന്നത് കൊണ്ട് നാം നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിലെ വരുന്നതായ പ്രതികൂലത്തിൽ നിന്നൊക്കെയും നമുക്ക് തടലും ചെയ്ത് കരകയറുവാൻ എന്റെ ദൈവം നമുക്ക് കൃപ നൽകുന്നുണ്ട്. ഹല്ലേലൂയ. ദൈവം നമ്മെ കൈവിടാതെ നമ്മുടെ കണ്ണിലെ കൃഷ്ണമണി പോലെ നമ്മെ ഓരോരുത്തരെയും ദൈവം കാത്തു പരിപാലിക്കുന്നു. ദൈവത്തിന്റെ വചനപ്രകാരം നാം നിലനിൽക്കുന്നു എങ്കിൽ ഹല്ലേലൂയ നാം ലജ്ജിച്ചു പോകുവാൻ ഇടവരത്തില്ല. എന്റെ ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നു, എന്റെ ജനം ഒരു നാളും ലജ്ജിച്ചു പോകത്തില്ല എന്ന. ഹല്ലേലൂയ. എന്റെ ദൈവം എന്ത് ചെയ്യത്തില്ല? നമ്മുടെ ദൈവപ്രകാരം ദൈവത്തിന്റെ വചനപ്രകാരം നാം നിലനിൽക്കുന്നു എങ്കിൽ, ദൈവത്തിന്റെ വചനം പൂർണ്ണതയോടെ വിശ്വസിക്കുന്നു എങ്കിൽ, ഈ വചനം എന്റെ ജീവിതത്തിൽ നിറവേറുമെന്ന് ഹല്ലേലൂയ നാം ആഗ്രഹിക്കുന്നു എങ്കിൽ, ആ വചനം നമ്മുടെ ജീവിതത്തിൽ നിറവേറാതെ എന്ത് ചെയ്യത്തില്ല? മടങ്ങി പോകത്തില്ല. ദൈവത്തിന്റെ വചനം ബന്ധമായി വിളിച്ചു പറയുന്നു, എന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എന്റെ വചനമായിരിക്കും. അത് വെറുതെ എന്റെ അടുക്കലേക്ക് മടങ്ങി വരാതെ എനിക്ക് ഇഷ്ടമുള്ളത് നിവർത്തിക്കുകയും ഞാൻ അയച്ച കാര്യം സാധിപ്പിക്കുകയും ചെയ്യുമെന്ന. ഹല്ലേലൂയ. ദൈവപൈതലേ, അതുകൊണ്ട് നാം ഓരോരുത്തരും ഹല്ലേലൂയ ദൈവത്തിന്റെ വചനപ്രകാരം നാം ഒരുക്കത്തോടെ ദൈവസ്ഥാനിൽ നിൽക്കുന്നു എങ്കിൽ ഹല്ലേലൂയ ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ഇതാ ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു, അത് ആർക്കും അടച്ചുകൂടാ. നിനക്ക് അല്പമേ ശ്രദ്ധയുള്ളൂ എങ്കിലും നീ എന്റെ വചനം കാത്തു. ഹല്ലേലൂയ. ദൈവപൈതലേ, നാം ദൈവത്തിന്റെ വചനപ്രകാരം നാം നിലനിൽക്കുവാൻ തക്കവണ്ണം ദൈവത്തോട് ഹല്ലേലൂയ നാം പ്രാർത്ഥനയോട് ഹല്ലേലൂയ ദൈവസന്നിധിയിലായിരിക്കണം. ഹല്ലേലൂയ. ദൈവപൈതലേ, ഹല്ലേലൂയ പലപ്പോൾ ഹല്ലേലൂയ പലതും ഹല്ലേലൂയ നമ്മുടെ ചെവി കൊണ്ട് നാം കേട്ടേക്കാം. ഹല്ലേലൂയ. എന്നാൽ ദൈവത്തിന്റെ വചനത്തിന് മാറ്റമില്ല. ദൈവം പറയുന്നു, ഹല്ലേലൂയ ഞാൻ നിന്നെ അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞ ദൈവം ഹല്ലേലൂയ വാക്കുമാറാത്ത ദൈവം. ഹല്ലേലൂയ. ആ ദൈവത്തിൽ തന്നെ മുറുകെ പിടിച്ചു നിൽക്കുന്നു എങ്കിൽ ഹല്ലേലൂയ നാം ലജ്ജിച്ചു പോകത്തില്ല. യഹൂദരല്ലാതിരിക്കെ യഹൂദരെന്ന് കളവായി പറയുന്ന ചിലരെ ഞാൻ സാത്താന്റെ പള്ളിയിൽ നിന്ന് വരുത്തും. അവർ നിന്റെ കാൽക്കൽ വന്നു നമസ്കരിക്കും. ഞാൻ നിന്നെ സ്നേഹിച്ചു എന്ന് നീ അറിയുവാൻ സംഗതി വരുത്തും. ഹല്ലേലൂയ. പലപ്പോഴും ദൈവം നമ്മുടെ ജീവിതത്തിൽ കഷ്ടങ്ങൾ, നിന്ദകൾ, പരിഹാസങ്ങളും ഒക്കെ കടന്നു വരും. ഹല്ലേലൂയ. ഇതൊന്നും ഹല്ലേലൂയ നമ്മുടെ ദൈവം ഹല്ലേലൂയ ഒരു വ്യക്തിക്ക് വച്ചിരിക്കുന്ന ഹല്ലേലൂയ ഓരോരോ കഷ്ടതയും അവസ്ഥകൾ ഹല്ലേലൂയ. കാരണം ദൈവം നമ്മ ഓരോരുത്തരും അറിയണം ഹല്ലേലൂയ ഈ ലോക ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കാം. ഹല്ലേലൂയ. എന്നാൽ ദൈവം ഹല്ലേലൂയ നമ്മെ ഓരോരുത്തരെയും ഹല്ലേലൂയ അപ്പൊ നാം നശിച്ചു പോകുവാൻ എന്റെ ദൈവം ഇഷ്ടപ്പെടാത്ത ദൈവമാ. ഹല്ലേലൂയ. നാം ഒരു വ്യക്തിയുടെ മുമ്പിൽ ഹല്ലേലൂയ തലകുനിച്ചു നിൽക്കുന്നത് ദൈവത്തിന് ഇഷ്ടമല്ല. ഹല്ലേലൂയ. ദൈവം നമ്മെ ഓരോരുത്തരെയും ഹല്ലേലൂയ ശത്രുക്കൾ ഹല്ലേലൂയ നമ്മെ തകർക്കുവാൻ പദ്ധതി ഇട്ടാലും ദൈവം നമ്മെ എന്ത് ചെയ്യും? പിടിപ്പിക്കുന്ന ദൈവമാ. ഹല്ലേലൂയ. എല്ലാവരും ദൈവത്തെ മുഖത്ത് പഠിച്ചാട്ട് ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. സഹിഷ്ണുതയെ കുറിച്ചുള്ള എന്റെ വചനം നീ കാത്തുകൊണ്ടതിനാൽ ഭൂമിയിൽ വസിക്കുന്നവരെ പരീക്ഷിക്കേണ്ടതിനു ഭൂലോകത്തിലെങ്ങും വരുവാനുള്ള പരീക്ഷകാലത്ത് ഞാനും നിന്നെ കാക്കുമെന്ന. ഹല്ലേലൂയ. ദൈവപിതാവേ ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നു ഹല്ലേലൂയ ദൈവത്തിന്റെ സഹിഷ്ണുതയെ കുറിച്ചുള്ള വചനം ഹല്ലേലൂയ നീ കാത്തുകൊണ്ടതിനാൽ ഹല്ലേലൂയ ഭൂലോകത്തിൽ എങ്ങും വരുവാനുള്ള പരീക്ഷകാലത്ത് ഞാൻ നിന്നെ കാക്കുമെന്ന്. ദൈവപിതാവേ, കാരണം ഭൂലോകത്തിൽ ഹല്ലേലൂയ എങ്ങും ഒരു മനുഷ്യന് ഹല്ലേലൂയ ഭൂമിയിൽ പരീക്ഷകാലമുണ്ട്. ഹല്ലേലൂയ അവന് കഷ്ടകാലവും നിന്ദകാലവും പരിഹാസത്തിന്റെ കാലവും ഉണ്ട്. ഹല്ലേലൂയ. അവിടെ ദൈവം നമ്മെ കൈവിടാതെ ഹല്ലേലൂയ ദൈവം നമ്മെ നിലനിർത്തേണ്ടതിന് ഹല്ലേലൂയ ഭൂലോകത്തിൽ എങ്ങും വരുവാനുള്ള പരീക്ഷകാലത്ത് ഞാൻ നിന്നെ കാക്കുമെന്ന. ദൈവപൈതലേ, ദൈവത്തിന്റെ വചനപ്രകാരം ഹല്ലേലൂയ നാം ഒരുക്കത്തോട് ദൈവസന്നിധിയിൽ നിന്ന് ഹല്ലേലൂയ ഏത് പരീക്ഷയിലും ഹല്ലേലൂയ തടം ചെയ്ത് കരകയറുവാൻ കൃപ നൽകുന്ന ദൈവമാ. ഹല്ലേലൂയ. മനുഷ്യനെ കൊണ്ട് ഒന്നും ചെയ്യുവാൻ കഴിയത്തില്ല. മനുഷ്യർ ഹല്ലേലൂയ ഇത് സാരമില്ല എന്ന് പറയും. എന്നാൽ ദൈവം പറയും ഹല്ലേലൂയ മകനെ നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. ഞാൻ നിന്നെ വിടിവിക്കുകയും സത്യകരിക്കുകയും ചെയ്യുന്നത് ഞാനാകുന്നു. ഹല്ലേലൂയ. ഞാനാകുന്നവൻ ഞാൻ തന്നെ. ഹല്ലേലൂയ. ഞാൻ എന്ന് പറയുവാൻ എന്റെ ദൈവത്തിനും അല്ലാതെ വേറെ ആർക്കും ഒരു അനുഭവവുമില്ല. ഹല്ലേലൂയ. ദൈവം പറയുന്നു ഞാനാകുന്നവൻ ഞാനാകുന്നു. ഹല്ലേലൂയ. എന്റെ ദൈവം ഹല്ലേലൂയ ആ ദൈവത്തിന്റെ മുമ്പിൽ ഹല്ലേലൂയ നമ്മെ താഴ്ത്തി ഏൽപ്പിച്ചു കൊടുത്താൽ ഹല്ലേലൂയ ഭൂലോകത്തിലെങ്ങും വരുവാനുള്ള പരീക്ഷകാലത്ത് എന്റെ ദൈവം നമ്മെ കാക്കും. ഹല്ലേലൂയ. ഏത് പരീക്ഷയിലും ഏത് പ്രതികൂലത്തിലും ഹല്ലേലൂയ ദൈവം നമ്മോട് കൂടെ ഇരിക്കും. ഹല്ലേലൂയ. ആ സങ്കീർത്തനത്തിൽ പറയുന്നു
നിൽക്കുന്ന സങ്കീർത്തനത്തിൽ ഹല്ലേലൂയ 15-ാമത്തെ വാക്യത്തിൽ പറയുന്നത് പോലെ ഹല്ലേലൂയ കഷ്ടകാലത്ത് അവൻ എന്നെ വിളിച്ചു പോഷിക്കും, ഞാൻ അവന് മറുത്തരം വരണം, ഞാൻ അവനോട് കൂടെ ഇരുന്ന് ഞാൻ അവനെ വിടിവിച്ച് അവനെ മഹത്വപ്പെടുത്തും. ഹല്ലേലൂയ കഷ്ടകാലത്ത് നാം എന്ത് ചെയ്യണം? ദൈവത്തെ വിളിച്ചു പോഷിക്കുമ്പോൾ ദൈവം നമ്മോട് കൂടെ ഇരുന്ന് നമ്മെ വിടിവിച്ച് നമ്മെ മഹത്വപ്പെടുത്തുന്ന യഹോവയാകുന്നു. ആ ദൈവത്തിൽ നാം പൂർണ്ണതയോടെ ഹല്ലേലൂയ ഏൽപ്പിച്ചു കൊടുക്കുകയും ഹല്ലേലൂയ എന്റെ യഹോവ അറിയാതെ എന്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കത്തില്ല എന്ന് നാം വിശ്വസ്തയോടെ നിൽക്കുകയും ചെയ്യുമ്പോൾ ഹല്ലേലൂയ എല്ലാ വിഷയത്തിൽ നിന്നും എന്റെ യഹോവ എന്ത് ചെയ്യും? ഹല്ലേലൂയ വിടിവിക്കും. ഹല്ലേലൂയ ഒരു കൂട്ടം ജനം ഹല്ലേലൂയ നിങ്ങൾക്ക് വിരോധമായി എഴുന്നേൽക്കുമ്പോൾ ഒരു കൂട്ടം ജനത്തിന് ദൈവം ഹല്ലേലൂയ നമുക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ദൈവം ഒരുക്കം. ഹല്ലേലൂയ ആ ദൈവമാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ ദൈവ പൈതലേ, ഏത് കഷ്ടങ്ങളിലോ ഏത് നിന്ദകളിലോ ഏത് പരിഹാസത്തിലോ ഹല്ലേലൂയ എന്റെ ദൈവം ഹല്ലേലൂയ നമ്മോട് കൂടെ ഇരിക്കുന്ന ദൈവം. ഹല്ലേലൂയ നമ്മെ വിട്ടു മാറിപ്പോകുന്ന ദൈവമല്ല. നമ്മെ വിളിച്ച ദൈവം പറയും ഹല്ലേലൂയ ദൈവ പൈതലേ ഹല്ലേലൂയ ഊമ വിഗ്രഹങ്ങളുടെ അടുക്കൽ പോയാൽ അവർ നിലവിളിക്കും. ഹല്ലേലൂയ അയ്യോ ദൈവമേ എന്നെ സഹായിക്കണം, എന്റെ ഇന്ന വിഷയത്തിൽ മേൽ എനിക്ക് പ്രവർത്തിക്കണമെന്ന് അവർ ഗ്രഹിക്കുന്നില്ല. അത് ഊമ വിഗ്രഹമാകുന്നു എന്ന് അവർ ഗ്രഹിക്കുന്നില്ല. അതിന് മുമ്പ് അതൊന്ന് കാറ്റടിച്ച് മറിഞ്ഞു വിടുന്നാൽ അതൊരു മനുഷ്യന്റെ സഹായം ആവശ്യമുണ്ട്. അതിനെ എടുത്തു നിർത്തുവാൻ ഒരു മനുഷ്യന്റെ സഹായം ആവശ്യമുണ്ട്. അത് തന്നെത്താൻ എഴുന്നേറ്റ് നിൽക്കുവാനോ അതിന്റെ കരം തൊട്ട് ഹല്ലേലൂയ നീ പേടിക്കണ്ട എന്ന് പറഞ്ഞ് അവനെ അനുഗ്രഹിപ്പാനോ അവനോട് സംസാരിപ്പാനോ ആ ഊമ വിഗ്രഹത്തിന് കഴിയത്തില്ല. എന്നാൽ എന്റെ ദൈവം ഹല്ലേലൂയ അങ്ങനെയല്ല. ഹല്ലേലൂയ ഭൂലോകത്തിൽ എങ്ങും വരുവാനുള്ള പരീക്ഷകാലത്ത് ഞാൻ നിന്നെ കാക്കുമെന്ന് പറഞ്ഞ ദൈവം നിന്നോട് കൂടെ ഇരുന്ന് നിന്നെ വിടിവിപ്പാൻ